കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എന്താന്ന് വീഡിയോയിലെന്ന് വെച്ചാല് ഞങ്ങളോട് കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട്, യൂട്യൂബ് വരുമാനമായോ, വരുമാനം വന്നോ, വരുമാനം കിട്ടിയോ, നിങ്ങളെ വീഡിയോയിലൊക്കെ പരസ്യം ആഡായിട്ടുണ്ടല്ലോ, പരസ്യം കാണുന്നുണ്ടല്ലോ, അപ്പം വരുമാനം വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നതിന് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കി, അത് കൂട്ടാ ആ റൂമത്തെ ലൈറ്റ് ഒന്ന് ഓഫാക്കി, അതിങ്ങനെ കുത്തുന്നതിനകത്തേക്ക് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കി, അത് ഓഫാക്കിക്കേ. ആ വെളിച്ചം കാരണം ഇതിനകത്ത് കാണുന്നില്ല. അപ്പം അത് പറയുന്നതിന് മുമ്പ് ചക്ക നട്ടട്ടെ. അത് പറയാനാട്ടോ വിചാരിച്ചത്. യൂട്യൂബിലെ വരുമാനത്തിനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട്. തമാശയായിട്ട് ചോദിക്കുന്നവരുണ്ട്, കാര്യമായിട്ട് ചോദിക്കുന്നവരുണ്ട്, കളിയാക്കി ചോദിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ള മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത് പുളി വെച്ച ചക്കയാണേ. ഇന്നലെ ജോയിൻ ചേച്ചി ഒരു പച്ച ചക്ക തന്നു, അത് ഇന്നേക്ക് പുളി വെച്ചു. നല്ല പാകത്തിന് പുളി, പാകത്തിന് ചക്ക കൊടു. ചക്ക ഉണ്ടേ വാ അത് കൂട്ടാ. അതി ഈ ചക്ക ഇങ്ങനെ വിട്ടുമ്പോ ഞാനിങ്ങനെ ഓർത്തിട്ടോ, ചെറുപ്പത്തിലേ വീട്ടിലില്ലടാ, ചെറുപ്പത്ത് ഞാൻ ചപ്പുളി വെച്ച് ചക്ക കൊണ്ടുവന്നിട്ട് മുറ്റത്ത് വെച്ച് വിട്ടു കേട്ടോ. എന്നിട്ട് ഞാനും അമ്മച്ചനും അമ്മമ്മയും മാമനും ഞങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ മുറ്റത്ത് വട്ടത്തിൽ ഇരുന്ന് വെച്ചിട്ട് തിന്നും. കുറേ തിന്നും. പുളി വെച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് വെട്ടി തിന്നെ. ഇവിടെ വട്ടത്തിലിരിക്കാൻ വരലുണ്ടായിരുന്നു, ഇപ്പം ഇന്ന് ആരും വരുന്ന കാണുന്നില്ല, ഇതെല്ലാവരും പോയി. ചക്ക വേണമെങ്കിൽ വന്നപ്പോ തീരൂട്ടോ. പറഞ്ഞിട്ട് കാര്യണ്ടാവൂലേ? അതെ, പറഞ്ഞിട്ട് കാര്യണ്ടാവില്ലേ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഇറങ്ങിയിരിക്കണം. അല്ല, കണ്ണിന്റെ പോളന്റെ മുകളിൽ തടിപ്പുണ്ട്. ഐ ഡ്രോപ്സ് ഇട്ടിച്ച അതെന്താ അങ്ങനെ മുകളിൽ വരാൻ കാരണം? സൈഡിലുള്ളതാ അമ്മ ഇപ്പൊ പിടിച്ച്. അലർജി പോലെ എന്തോ ആണോ? അത് അവിടെ വെച്ചാ കാണോ നോക്കടാ. കിടക്കേമിൽ അവിടെ വെച്ചോ. അമ്മ തരാം അച്ഛക്ക് ഒരെണ്ണം കൊടുക്കട്ടെ. കണ്ടു ഇവിടെ ചാരിയോ? ഇവിടെ വന്നിരുന്ന ക്യാമറ കാണൂലേ, അവിടെ വെച്ചാ മതി. നോക്കിട്ട് കാണുന്നില്ല. കൊടു ചക്കന്നാ നോക്കണേ. എന്നിട്ട് ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കണം. പറയുന്ന കേൾക്കൂടാ. ഞാൻ പഠിച്ചോളെ. കുരുണ്ട്. അവനതിലെ കുരു എടുത്ത് മാറ്റിയിട്ട് എന്നോട് ചോദിക്കാണ് അതിനകത്ത് ആന കുടുവിനെ കാണൂലടാ. മോനിച്ചേ അത് കോപ്പിറൈറ്റ് ആവും. സൗണ്ട് നോക്ക്. ഒരു സൗണ്ടും പാടില്ല ടിവിന്റെ. ഇപ്പോൾ ഫുട്ബോള് കളി നടക്കുന്ന കാരണം കളി ഭ്രാന്തന്മാരാട്ടോ എല്ലാവരും. കളി അവർക്ക് നിർബന്ധമായിട്ടും കാണണം കേട്ടോ. അപ്പോൾ എന്നാലും അവർ കുറേ മ്യൂട്ടാക്കിയൊക്കെ വെച്ച് പിന്നെ എനിക്ക് തോന്നി വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് തോന്നിയിട്ട് ഇന്നലെ പിന്നെ ബാക്കി പിടിച്ചില്ല കേട്ടോ.
കുറേ നേരം ഞാൻ ചക്കയെല്ലാം വെട്ടിക്കൊടുത്തു. പറയണമെങ്കിൽ ഫാൻ ഓഫാക്കണം, ടി വി ഓഫാക്കണം ഒക്കെ വേണം. ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടും അല്ലേ. ഫാനും ഓഫാക്കാൻ വയ്യ, ടി വി പിന്നെ ഓഫാക്കാം, ഫാന് തീരെ ഓഫാക്കാൻ വയ്യ കേട്ടോ. എന്നാൽ പിന്നെ തൽക്കാലം ചക്ക വെട്ടി തിന്നാന്ന് ഓർത്ത് ഇന്നലെ ചക്ക വെട്ടി എല്ലാവർക്കും കൊടുത്ത് അത് തിന്നിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിലിരുന്ന് ഞാനിങ്ങനെ വെട്ടിക്കൊടുക്കുക, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. മാക്സിമം സമയം ഉണ്ടെങ്കിൽ ഞാൻ എത്ര തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു 5-10 മിനിറ്റ് സമയം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ടത്. അപ്പോൾ അങ്ങനെ ഈ ചക്കക്കാലം വരുമ്പോഴേ ഉള്ളൂ ഈ ഒരു ഇരുത്തം, ഈ ഒരു സംഭവം കേട്ടോ. അങ്ങനെ പിന്നെ എന്താണേലും വേണ്ടില്ല ചക്ക മുഴുവനും വെട്ടി, മുഴുവനും തിന്നില്ല കേട്ടോ, ഒരു കഷ്ണം ബാക്കിയുണ്ട്. കുറേ തിന്നു ആദ്യകൂട്ടനൊക്കെ. ഇനി വയറുവേദന മറ്റും വരണ്ടാന്ന് ചോദിച്ചിട്ട് പിന്നെ അവസാനം ഞാൻ തന്നെ നിർത്തിയതാട്ടോ. അപ്പോൾ ചാനലിനെ കുറിച്ച് പറയാനും ചാനലിലെ വരുമാനത്തെക്കുറിച്ച് പറയാനും ആണ് ഞാൻ കേട്ടോ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അത് ചക്ക വെട്ടി തിന്നുന്ന സമയം കൊണ്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ തുടങ്ങിയത്. അങ്ങനെ വിചാരിച്ചാണ് വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. പക്ഷേ പിന്നെ സാഹചര്യവശാലാണ് അതിൽ ചക്ക വെട്ടുന്ന സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് കേട്ടോ. കുടുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക എത്ര വേണം തിന്നും കേട്ടോ. പിന്നെ പേടിയാണ് വയറുവേദന വരുമോയെന്ന്. പിന്നെ കുടുവിന് ഇന്നൊരു സന്തോഷമുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ. കുടുവിന് നമ്മളെ പൊല്യൂഷൻ്റെ നേരെ മുന്നിലൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, റേഷത്തിൻ്റെ വർക്ക്ഷോപ്പ്. അവൻ അവിടുന്ന് അവൻ്റെ അടുത്തുള്ളൊരു പാവക്കുട്ടീനെ കുടുവിന് കൊടുത്തു കേട്ടോ. ഇതെന്തിനാ കൊടു പാവക്കുട്ടീനെ? എന്തിനാ പാവക്കുട്ടി ചക്ക തിന്നൂല? പാവക്കുട്ടി തിന്നൂല, ഇത് പാവയല്ലേ അത്. വേണോ? എന്റെ ദൈവമേ, അതിന് കൊടുക്കുന്ന നോക്കടാ. തിന്നു ഞാവേ തിന്നട്ടാ. ഇനി കൊടു. ഇത് പാവക്കുട്ടി വിട്ട്. ഈ പാവക്കുട്ടീനെ ആരാ തന്നെ? ഇതാരാ തന്നെ പാവക്കുട്ടീനെ? ഓ ചക്ക കൊടുക്കുന്ന നോക്കടാ. ചക്ക വായിന്റെ അവിടെ വെച്ച് കൊടുക്ക. ഇത് ആരാ തന്നെ പാവക്കുട്ടീനെ? ചക്കയാണോ തന്നത്? ഏത് ചേട്ടായിയാ തന്നെ? എവിടെയുള്ള ചേട്ടായിയാ പാവക്കുട്ടീനെ തന്നെ? അയ്യോ ഇത് നോക്കടാ. എവിടെയുള്ള കൊടു? എവിടെയുള്ള ചേട്ടായ പാപ്പുട്ടീൻ തന്നെ? അങ്ങോട്ടോക്കള. ചക്ക തിന്നാൻ കൊടുക്കുക. കുടുവിന് ആ പാവക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കുടു അതിന് വെള്ളം കൊടുക്കുമോ ചക്ക കൊടുക്കുമോ വന്നപ്പോൾ തൊട്ട് അതിൻ്റെ പുറകെയാണ്. കുറച്ച് ഭാഗം തുന്നി വിട്ടിട്ടുണ്ട് കേട്ടോ. തുന്നി കൊടുക്കാമെന്നും പറഞ്ഞ് അവൻ തന്നത് തന്നെ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് എല്ലാവരും കാണുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വാച്ചവറായോ എന്നല്ല, യൂട്യൂബിലെ വരുമാനം വരാനായോ, വരുമാനം വന്നു തുടങ്ങിയോ എന്നൊക്കെ. കാരണം നിങ്ങൾ വീഡിയോയിലൊക്കെ പരസ്യം കാണുന്നുണ്ടല്ലോ. അപ്പം അത് വരുമാനം വന്നിട്ടല്ലേ അങ്ങനെ പരസ്യം കാണുന്നത് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ യൂട്യൂബിൽ നിന്നൊരു വരുമാനമായിട്ടൊന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. പരസ്യമൊക്കെ ആഡായിട്ടുണ്ട്. വാച്ച് അവർ കംപ്ലീറ്റ് ആവാതെ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റും ആവണം. അതിന് ശേഷം നമുക്ക് യൂട്യൂബിലെ വരുമാനം വരണമെങ്കിൽ അവർ പറയണ നിശ്ചിത $, കയറി കഴിഞ്ഞാലേ വരുമാനം വരുള്ളൂ. അല്ലാതെ ഒന്നും വരുമാനമൊന്നും വരില്ല. അപ്പം വീഡിയോ ഇട്ട് ഇത് എന്താ പറയുക, നല്ല സുഖമുള്ളൊരു പരിപാടിയല്ല കേട്ടോ. അങ്ങനെയല്ല, നല്ല സുഖമാണ്. വീഡിയോ എടുത്താൽ കിട്ടാൻ മതി നിൽക്കുന്നത്. നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. ശരിക്കും ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമല്ല ഒരു വീഡിയോ പിടിച്ചാൽ കിട്ടാൻ മതിയല്ലോ എന്തായാലേ എന്നുള്ള തോന്നുന്ന. പക്ഷേ ഉണ്ടല്ലോ,
ഒരു കുഞ്ഞൊരു വീഡിയോ ആണെങ്കിൽ പോലും അത് പിടിക്കണമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ അത് പിടിച്ച് ഇതാക്കി കൊണ്ടുവരാൻ പണി തന്നെ കേട്ടോ. ഞങ്ങളൊന്നും വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. എഡിറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളൊന്നും ഭംഗിയായിട്ടൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. അറിയുന്ന പോലെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം. പിന്നെയെന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ വെച്ചിട്ട് എല്ലാവരെയും റിസീവ് ചെയ്യിക്കുന്ന രീതിയിൽ, എല്ലാവർക്കും താല്പര്യം തോന്നുന്ന രീതിയിൽ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തു എന്ന് പറയാനും കഴിയില്ല. ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക സാധാരണ ജീവിതവും പരിസരവും ചുറ്റുപാടുമായിട്ടുള്ള വീഡിയോകളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കതിൽ അങ്ങനെ വാശി പിടിക്കാനോ അങ്ങനെ ഒന്നും പറയാനും പറ്റില്ല നിങ്ങളോട്. നിങ്ങൾ കാണണം, നിങ്ങളത് ഷെയർ ചെയ്യണം, അങ്ങനെയൊന്നും പറയണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ അതിൽ വേണ്ടേ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്കുള്ള മനസ്സുകൊണ്ട്, നിങ്ങൾക്ക് ഉള്ള എന്താ പറയുക സ്നേഹം കൊണ്ട് നിങ്ങൾ കാണുന്ന ആ ഒരു സപ്പോർട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ വാച്ചവറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും ആവാൻ സഹായിച്ച എല്ലാ കൂട്ടുകാരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റുന്ന പോലെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈവ് ഇടുന്നത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ചില കൂട്ടുകാർ അവരറിയാത്തതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം നമുക്ക് വാച്ച് അവർ കൂടാനും സബ് കൂടാനൊക്കെ ലൈവ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത് നമ്മളെ ഈ യൂട്യൂബിൽ തന്നെയുള്ള ഒരുപാട് കൂട്ടുകാർ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഒത്തിരി താത്തമാരും ചേച്ചിമാരും എല്ലാവരും കൂട്ടുകാരായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു തന്നത് അനുസരിച്ചാണ് കേട്ടോ ചെയ്തത് അവരെല്ലാവരും. അപ്പോൾ അതാണ് അതിൻ്റെ എന്താണെങ്കിലും ചെയ്തു തുടങ്ങിയില്ല. അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് ആവണമല്ലോ, അല്ലേ പിന്നെ തുടങ്ങരുതായിരുന്നു. അപ്പോൾ ഏതായാലും തുടങ്ങിപ്പോയി, ഇതെന്തെങ്കിലും ഒന്ന് ആവുമോ അറിയാം എന്ന ധാരണ തന്നെയാണ് ലൈവ്. പിന്നെ ലൈവൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്യണമെങ്കിൽ അതിനുള്ള സാഹചര്യമില്ല. പണിക്ക് പോകണു, വൈകുന്നേരം വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇതും ചെയ്യുന്നത്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റി വെക്കാനൊരു സമയമില്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം എന്തായാലും ഇത്രയും ഇപ്പം തന്നെ ഇത്രയെങ്കിലും എത്തിയല്ലോ. പിന്നെ ആദ്യം തൊട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ പോയതാണ് ഏറ്റവും വലിയൊരു പാളിച്ച വന്നത് കേട്ടോ. ഏതായാലും തുടങ്ങിയ സ്ഥിതിക്ക് അന്ന് തൊട്ടേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു. പക്ഷേ യൂട്യൂബിൽ കയറി പോലും അതിന് വേണ്ടിയുള്ള വീഡിയോ കാണാനൊന്നും സമയം കിട്ടില്ല. അതിലൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യുമായിരുന്നേ കുറച്ചുകൂടെ ഇത്രയും വീഡിയോ ആയപ്പോഴത്തേക്കും തന്നെ കുറച്ചുകൂടിയൊക്കെ വാച്ചവറാക്കായത്. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു വരുന്നത്. അപ്പോൾ അറിയുന്നതിനനുസരിച്ചൊക്കെ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യുന്നു. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ കണ്ടൻ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനും അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇനി കിട്ടിയാലും കണ്ടൻ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും കഴിവ് വേണ്ടേ. എന്തായാലും ഇതുവരെ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. 2K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ നിങ്ങളോട് താങ്ക്സ് പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും അതുതന്നെയാണ് പറയുന്നത്. ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതുവരെ അങ്ങനത്തെ യൂട്യൂബിൽ നിന്നൊരു വരുമാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആദ്യം അറിയിക്കും. അതിന് ശേഷം നമ്മൾ അത് ഉപയോഗിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങളെ അറിയിക്കാതെ നമ്മളത് ചെയ്യില്ല. അതൊരു സന്തോഷം തന്നെയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരാഗ്രഹം കൂടിയാണ് കേട്ടോ. എല്ലാവരും കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. യൂട്യൂബ് വീഡിയോ പിടിച്ചിടുന്ന അങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുകൾ പറയുന്നവരുണ്ട് കേട്ടോ. നമ്മളെ ചുറ്റിലും നമ്മളെ എന്താ പറയുക ഒരുപാട്, പക്ഷേ കളിയാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കൂടുതൽ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പേരല്ലേ നമ്മളെ കളിയാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാതെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിജയമായിട്ട് കണ്ടാൽ മതി എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നാറുള്ളത് കേട്ടോ. അവർ നമ്മളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിജയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മുന്നോടിയാണ്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഞാൻ കാണുന്നത് അതിനെ കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്, സപ്പോർട്ടായിട്ട്. ഈ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് എന്താ പറയുക
കഴിയുന്ന രീതിയിലൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പറ്റുന്നത് പോലെ എന്നേ നമുക്ക് പറയാൻ അർഹതയുള്ളൂ. അതുകൊണ്ടാണ് കഴിയുന്നത് പോലെയൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും തിരിച്ചതുപോലെ തന്നെ എല്ലാവരും ഒരിക്കലും ഞാൻ എന്താ പറയുക, നമ്മളെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നവരൊരിക്കലും നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല കേട്ടോ. പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. മാക്സിമം എല്ലാവരും ഒരുപാട് പുതിയ ചാനലുകളിലേക്ക് ഞാൻ പോവാത്തതാണ്. കാരണം പുതിയ കൂട്ടുകാരെ നമ്മളെ കൂട്ടാക്കുമെന്ന് ചോദിച്ച് പോവാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകാറേ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും വീഡിയോ അവരതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാനൊരു സമയം വേണ്ടേ. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ പുതിയ ചാനലുകൾ കാണാൻ പോവാത്തത്. കാരണം ഇതാണ്, സമയം കിട്ടാതെ പോയാൽ അവരെയും കൂടെ വീഡിയോ പക്ഷേ അങ്ങനെ കാണണം എന്നാണ് എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മളെ എല്ലാവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഉള്ള സമയത്തിനനുസരിച്ച് ഉള്ളതുപോലെ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും പണീൻ്റെ ഇടയിലാണെങ്കിലും ഉള്ള കാര്യം പറയാലോ. പണി ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാനത് എന്താണെങ്കിലും ഫുള്ളായിട്ട് ആ വീഡിയോ ഞാനത് ഓടി തീരുന്നോടം വരെ ഓണാക്കി വെക്കാറുണ്ട് കേട്ടോ. അത്രയും അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലാത്ത പക്ഷം പൂർണ്ണമായിട്ടും കാണും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാരോടും താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ അവിടെ തമ്മിൽ, ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഒന്ന് തൊടുക, അപ്പോൾ ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.